നിലമ്പൂർ തീവ്രമാകുന്നു എന്നാണ് ചോദ്യം. ആൻഡ് ഞാനിതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത് 1941 ലാഹോറിൽ ഈ അബ്ദുൾ അല്ല മൗദൂദി ആണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അതുപോലെ തന്നെ ശ്രീലങ്ക, ഈ 3 രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ഈ മൗദൂദി ആശയങ്ങളെ പ്രചരിപ്പിക്കുകയും അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ശ്രമിക്കുകയും ആൾക്കാരെ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആശയം എന്ന് പറയുന്നത് എന്താ പറയുക, ദൈവിക ഭരണമാണ്. ദൈവികമായി ഭരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പറയുന്ന ആശയത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ദൈവിക ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭരിക്കുന്ന സമയത്ത് ജനാധിപത്യം എന്ന് പറയുന്നൊരു സംവിധാനം തന്നെ ഇല്ല. ഇലക്ഷൻ എന്ന് പറയുന്നൊരു സംവിധാനമില്ല. നിങ്ങൾക്ക് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ചില രാജ്യങ്ങളിൽ, ഇപ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പാർട്ടിയല്ലല്ലോ. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ചില ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് കൂട്ടുനിർക്കുന്നുണ്ട്. ഈ പറയുന്ന മതരാഷ്ട്രം വേണമെന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ വാദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിനനുസരിച്ചിട്ട് വലിയ രീതിയിൽ ഭീകരപ്രവർത്തനങ്ങൾ കൂട്ടുവെക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, മതരാഷ്ട്രമാണ്. അപ്പോൾ ആ മതരാഷ്ട്രത്തെ ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള സമയമായിട്ടില്ല എന്നും ആ മതരാഷ്ട്രത്തിൻ്റെ സമയമാകുന്ന സമയത്ത് ഇവർ ആ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടാൽ മതി എന്നെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവരെല്ലാവരും മിണ്ടാതിരിക്കുന്നത്. അല്ലാതെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മതരാഷ്ട്രം വേണ്ട എന്നുള്ള അടിസ്ഥാനത്തിലുള്ളവരെ അല്ല ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി നിന്നാലും, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആയാലും കുഴപ്പമില്ല, ഇടതുപക്ഷത്തിനായാലും LDFൻ്റെ ഭാഗത്താണ്, UDFൻ്റെ ഭാഗത്താണ്, ഏത് ഭാഗത്തായി നിന്നാലും കുഴപ്പമില്ല, അതൊരു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു കാലത്ത് ഭീകരവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി മാറാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പൊതുവായി ജനങ്ങളെല്ലാവരും ഇതുപോലെയുള്ള പാർട്ടികളെ കൊണ്ട് ഇപ്പോൾ SDPIനെ എന്തിനാണ് ഈ LDF UDF വേണ്ട എന്ന് പറയുന്നത്. UDF വേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ, LDF ഇടതുപക്ഷം വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അവരൊരു ഭാവിയിൽ രാഷ്ട്രീയമായി രാജ്യത്തിന് ദോഷമുണ്ടാകുന്ന രീതിയിൽ ഭീകരപ്രവർത്തനത്തിലേക്ക് മാറിയാലോ എന്ന് വഴിതിരിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മതരാഷ്ട്രം വേണമെന്ന് പറയുന്ന ഒരു പാർട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കണക്കാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അതിനോട് ഒരു ഘട്ടത്തിലും അനുകൂലിക്കത്തില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിലമ്പൂരിലേക്ക് വരാം. ഈ നിലമ്പൂരിൽ ഈ തീവ്രമാകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആകുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുക. എന്താണ് ഇപ്പോൾ നിലമ്പൂർ സംഭവിക്കുന്നത്? 40% അതായത് മുസ്ലിം പോപ്പുലേഷനുള്ള നിലമ്പൂരിൽ എങ്ങനെ മുസ്ലിം വോട്ടുകളെ മൊത്തത്തിൽ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന UDF എന്ന് പറയുന്ന സംവിധാനം. അവരെ സംബന്ധിച്ചിടത്തോളം SDPIൻ്റെ വോട്ട് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. SDPIൻ്റെ വോട്ട് വേണ്ടാന്ന് ഈ സമയം വരെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? SDPIൻ്റെ വോട്ട് വേണമെന്നുള്ളതല്ലേ? അപ്പോൾ അപ്പോൾ സ്ഥാനാർത്ഥിയുണ്ട്, SDPI സ്ഥാനാർത്ഥിയുണ്ട്. ഞാനൊരു ഇപ്പം സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്. അപ്പോൾ നിലമ്പൂർ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ SDPIൻ്റെ സ്ഥാനാർത്ഥി വലിയ വർക്കൊന്നും നടത്തുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം SDPI അതെന്തുകൊണ്ട് അങ്ങനെ ഒരു വർക്ക് നടത്തുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? പാലക്കാട് നമ്മൾ പോയി ചോദിച്ചല്ലോ, കോൺഗ്രസിനോട് UDFനോട് ചോദിച്ചല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് നിങ്ങൾ SDPIനെ പിന്തുണയ്ക്കുന്നുണ്ടോ, SDPIൻ്റെ വോട്ട് വേണമെന്നുണ്ടോ? എത്ര വൈദിധ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത്. ആ വാക്കിന് ഇതുവരെ എത്ര 1, 2, 3 പ്രാവശ്യമല്ല അവരെന്ത് ചെയ്തു, SDPIൻ്റെ വോട്ട് വേണ്ട എന്നുള്ള കാര്യം മിണ്ടിയിട്ടില്ല എന്നുള്ളതല്ല, ആ വോട്ട് അവർ ജയിച്ചതിന് ശേഷം SDPI ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിവാദ്യം അർപ്പിച്ച് പ്രകടനം നടത്തി. അതുപോലും തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെയുള്ള പാർട്ടികൾ അതിനകത്ത് വർഗീയ കക്ഷിയുണ്ടോ, വർഗീയ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ, അങ്ങനെയൊന്നും നോക്കുന്നില്ല. അവിടുത്തെ 40% വരുന്ന മുസ്ലിങ്ങളിൽ ഒരു വോട്ട് പോലും കൊഴിഞ്ഞു പോകരുതെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ SDPIനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ഈ PDPI ബന്ധപ്പെട്ട കാര്യത്തിൽ, ഈ PDPI ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് കോൺഗ്രസിന് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കാരണം പറഞ്ഞാൽ പറ്റില്ല? ഈ PDPക്ക് 2 സീറ്റ് കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. UDF 2 സീറ്റ് കൊടുത്തിട്ടുണ്ട് PDPക്ക്. അങ്ങനെ 2 സീറ്റ് കൊടുത്ത PDPക്ക് ഇപ്പോൾ LDF കൂട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും മറുപടി പറയാൻ പറ്റുക ഒരക്ഷരം. അല്ലെങ്കിൽ ഈ PDP ആയിട്ട് ഈ പറയുന്ന കോൺഗ്രസിന് UDFന് ഒരു ബന്ധവും ഇല്ലായിരുന്നെങ്കിൽ പറയാമായിരുന്നു, നിങ്ങൾ ഞങ്ങളൊരു വർഗീയ പാർട്ടിയായി PDPനെ കണ്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾ LDF അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും പറയാം. ഇപ്പോൾ അത് പറയാനുള്ള അധികാരമില്ല, കാരണം അവർ സീറ്റ് കൊടുത്ത പാർട്ടിയാണ് PDP എന്ന് പറയുന്നത്. അപ്പോൾ അതിനിവിടെ എന്ത് സംഭവിച്ചാലും ഒന്നും മിണ്ടാൻ പറ്റില്ല എന്നുള്ള. പക്ഷേ SDPI അങ്ങനെയല്ല, SDPIയും ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. 2 പാർട്ടിക്കും ഇവിടെ ആരും സീറ്റ് കൊടുത്ത് നമ്മൾ കണ്ടിട്ടില്ല, ഈ പറഞ്ഞ സംവിധാനം കണ്ടില്ല. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ആര്യാടോ ഷൗക്കത്ത് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി അതിനുവേണ്ടി വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നു, അവരുടെ യോഗങ്ങളിൽ പ്രവർത്തിക്കുന്നു, അവരുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകാര്യമാണ്. അതനുസരിച്ച് ഇന്ന് VD സതീശൻ പറഞ്ഞൊരു ഭാഗത്തുണ്ട്, ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തി എന്ന് പറഞ്ഞിട്ടില്ല, ഒന്നാമത്തെ കാര്യം. 2, ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് മാറി എന്നാണ് പറയുന്നത്, ഘട്ടം ഘട്ടമായി ഒരുപാട് മാറിയതാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ IS-ഉം നമ്മുടെ ഈ ഇന്ത്യ മുജാഹിദൊക്കെ ഘട്ടം ഘട്ടമായിട്ട് മാറിയിട്ട് വന്നാൽ കോൺഗ്രസ് എടുക്കുമോ?
ഘട്ടഘട്ടമായി മാറിയത്. അവർ ഇപ്പോൾ അവർ തീവ്രവാദവും കൊല്ലലും പിടുത്തമൊക്കെയാണ്. അപ്പം അത് ഒരു ഘട്ടം ഘട്ടമായി മാറിയത് നിലപാട് മാറ്റി വന്ന കോൺഗ്രസ് എടുക്കുമോ? എന്തൊരു പിന്നെ ഔചിത്യമില്ലാത്ത സാധനം. ഞാൻ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് അറിയാം. നിരോധിക്കപ്പെട്ട ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന നിരോധിച്ച സംഘടനയാണ്. നിരോധിച്ച സംഘടന ഞാൻ പറയുന്നത് ഇസ്ലാമിയെ 2 തവണ നിരോധിച്ചത് RSS നിരോധിച്ചതല്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു മിനിറ്റ് കോൺഗ്രസ് തന്നെ നിരോധിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായി ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തെളിച്ച് പറഞ്ഞാൽ മതി. SDP വോട്ട് ഞങ്ങൾ മേടിക്കുമെന്ന് പറഞ്ഞാൽ മതി. ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് മേടിക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ വർഗീയ കക്ഷികൾ എന്ന് പറഞ്ഞാൽ വേർതിരിവൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്നു പറഞ്ഞാൽ മതി. പ്രശ്നം തീർന്നു. അത് പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഇവിടെ സംബന്ധിച്ച പ്രശ്നമുള്ളൂ. ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ IS ഞങ്ങൾ ഘട്ടഘട്ടമായി ഞങ്ങൾ നന്നാകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എടുക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. അതിന് പറഞ്ഞാൽ ഇതിന് ഉത്തരവായി. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഉത്തരവ് മാനസാന്തരപ്പെട്ട് വരുന്നവർക്ക് ആരെങ്കിലും വേണ്ടേ? അല്ല, വേണം. മാനസാന്തരപ്പെട്ടവർക്ക് വേണം. അത് കോൺഗ്രസ് തന്നെ വേണം താനും. അതില്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. കാരണം അവിടെ ജയിക്കണമല്ലോ, നിലമ്പൂർ ജയിക്കണമല്ലോ. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിലും കുഴപ്പമില്ല, SDP ആയാലും കുഴപ്പമില്ല, ഇനി വെൽഫെയർ പാർട്ടി ആയാലും കുഴപ്പമില്ല, ഈ പറഞ്ഞ PDP ആയാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ജയിക്കണം. അവിടെ എന്താണ് അവിടെയുള്ളത് 40% മുസ്ലിം ഭൂരിപക്ഷമാണ്. അതിൽ ഒരു വോട്ട് പോലും ചോരാൻ പാടില്ല. വോട്ട് മുഴുവൻ വേണം. അത് വർഗീയവാദി ആയാലും കുഴപ്പമില്ല, വർഗീയവാദി അല്ലെങ്കിൽ കുഴപ്പമില്ല. അത് നിലപാടെടുത്താൽ അത് പറഞ്ഞാൽ മതി. അത് പറഞ്ഞിട്ടില്ല പാലക്കാട്. ഈ ഇലക്ഷനിൽ ജയിച്ച് വന്ന 17,000 വോട്ടിലധികം ജയിച്ച് വന്ന സ്ഥലത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. PDP അവിടെ SDP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മറുപടി കോൺഗ്രസ് പറഞ്ഞാൽ ആ പറയുന്ന പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു കാര്യം LD ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. എന്താ അറിയോ? വർഗീയവാദികളുടെ ഓരോ വോട്ട് പോലും വേണ്ട, വർഗീയ പ്രസ്ഥാനങ്ങളുടെ ഒരു വോട്ട് വേണ്ടല്ല. അത് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ വർഗീയവാദിയായി ഞങ്ങൾ കണക്കാക്കുന്നു പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ട് അവിടെ. അതാരാണ്? അത് സ്വരാജാണ്. വേറൊരു സ്ഥാനാർത്ഥിയും പറയുന്നത് ഞാൻ അവിടെ കേട്ടിട്ടില്ല. നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞ ഏക സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സ്വരാജാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വോട്ട് വേണ്ട എന്ന് തീരുമാനിച്ചാൽ തോക്കുകയാണെങ്കിൽ തോറ്റോടെ. ഇന്ത്യയിൽ കേരളത്തിൽ തോക്കാത്ത അവസ്ഥയിൽ എല്ലാ സ്ഥാനാർത്ഥിയും ജയിച്ചിട്ടുണ്ടോ? 8 സ്ഥാനാർത്ഥി 7 സ്ഥാനാർത്ഥിയാണ് നിലമ്പൂർ മത്സരം. 8 പേരും ജയിക്കുന്നില്ലല്ലോ, ഒരാളെ ജയിക്കുള്ളൂ. ഇങ്ങനെ നിലപാട് സ്വീകരിച്ച് പോയിട്ട് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു നിലപാട് സ്വീകരിച്ച് പോകുന്നുണ്ടോ എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വല്ല ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ ജമാഅത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു കക്ഷിയുടെ കൂട്ട് വേണം. അപ്പോൾ ആ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർക്കിപ്പോൾ എന്താ നിയമസഭയിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന ഓരോ ചെറിയ സ്ഥലങ്ങളിൽ ഇൻട്രോഡ് ഉണ്ടാക്കും. ആ ഇൻട്രോഡ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് പഞ്ചായത്ത് പിടിച്ചെടുക്കുക, മുനിസിപ്പാലിറ്റികൾ പിടിച്ചെടുക്കുക, അങ്ങനെ നിയമസഭയിലേക്ക് ശക്തി കളിക്കുക, അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുക. അതിന് ആരുടെ സപ്പോർട്ട് വേണം? അതിന് സപ്പോർട്ട് വേണ്ടതെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ UDFൻ്റെയാണ്. എനിക്കിതിനകത്ത് പറയേണ്ട കാര്യം, ഞാൻ ഈ കോൺഗ്രസിനെ വിട്ടു. ഈ കാര്യത്തിലൊന്നും നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് പറ്റില്ല. ഘട്ടം ഘട്ടമായിട്ട് എന്താണ് നിലപാട് സ്വീകരിച്ച് വന്ന തീവ്രവാദ സംഘടന എടുക്കാമെന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ കോൺഗ്രസിൽ വേറെ UDFിൽ വേറെ ഘടകകക്ഷിയിലുണ്ട്. കേരള കോൺഗ്രസ് ഉണ്ട്, അവിടെ മുസ്ലിം ലീഗ് ഉണ്ട്. ഇവരുടെയൊക്കെ അഭിപ്രായം ഇത് തന്നെയാണോ എന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. കാരണം മുസ്ലിം ലീഗ് ഈ ജമാഅത്ത് ഇസ്ലാമിനോട് എടുക്കുന്ന നിലപാട് എന്താണ്? അതുപോലെ കേരള കോൺഗ്രസ് ഈ ജമാഅത്ത് ഇസ്ലാമിനോടും ഈ പറയുന്ന വെൽഫെയർ പാർട്ടിനോടും എടുക്കുന്ന നിലപാട് എന്താണ്? ഇതൊക്കെ അറിയാൻ വേണ്ടി ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് UDFിൻ്റെ ഇതൊരു എന്താണ് ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. ഇവിടെ ഭരിക്കുന്നത് UDFും LDFും ആണ്. ഈ UDFിൻ്റെ ഭാഗമായിട്ട് UDFിൻ്റെ ഒറ്റക്കെട്ടായ സ്ഥാനാർത്ഥിയാണ് ആര്? ഈ പറയുന്ന ആര്യാടെ ഷൗക്കത്ത്. കോൺഗ്രസിൻ്റെ മാത്രമല്ല. അപ്പോൾ ആ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സംവിധാനത്ത് അപ്പോൾ അതിൻ്റെ UDFിൻ്റെ ഭാഗമാണ്, കേരള കോൺഗ്രസിൻ്റെ ഭാഗമാണ്, ഈ പറയുന്ന എന്താണ് CMPയുടെ ഭാഗമാണ്, അതാണ് ഷിബു ബേജോവിൻ്റെ പാർട്ടിയുടെ ഭാഗമാണ്. ഇതെല്ലാം ഭാഗമാണ്. ഇവരുടെ എല്ലാ അഭിപ്രായം ഇത് തന്നെയാണോ എന്നറിഞ്ഞാൽ നമുക്ക് ഏകദേശം UDFിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലമ്പൂരിലെ സിസ്റ്റം. ഞാൻ വിചാരിക്കുന്നത് നിലമ്പൂരിൽ ഇപ്പോൾ എന്താണ് ഇത്രയേ ഉള്ളൂ. എന്താ അറിയോ? കോൺഗ്രസ്സിന് അധികാരം കിട്ടാൻ ഏത് നിലയിലേക്കും പോകുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഇതിൽ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുക. അതുകൊണ്ടാണല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വലിയ രീതിയിൽ പ്രശ്നമുണ്ടായി. ഇപ്പം എന്ത് SDP കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അവരെന്താ വിചാരിക്കുന്നത്? ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് SDP വോട്ടാണോ എന്താണ് പിന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വോട്ടാണോ കോൺഗ്രസിൻ്റെ വോട്ടാണോ ചോദ്യമില്ല. ആകെ ഉത്തരം എന്ന് പറയുന്നത് ഞങ്ങൾ പാലക്കാട് 10,000 വോട്ടിന് ജയിച്ചില്ലേ എന്നുള്ളതാണ്. അതേ ശൈലിയിലേക്കാണ് നിലമ്പൂർ വരാൻ പോകുന്നത്. ഞങ്ങൾക്ക് എവിടെ നിന്ന് വോട്ട് കിട്ടി എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങൾ ജയിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ശൈലിയെങ്കിൽ അതിന് നമുക്കൊന്നും പറയാനില്ല. ഇപ്പോൾ കോൺഗ്രസ് ഏത് ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ അവരെ ജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഓക്കെ, Meet the editors.